എടാ വണ്ടി വന്നു. ആ കുറച്ച് വെയിറ്റ് ചെയ്യട്ടെ. അവര് വെയിറ്റ് ചെയ്യുമ്പോ ഈ നാട്ടുകാർക്കിടയിൽ എന്റെ വെയിറ്റ് ഒന്ന് കൂടും. ആ അത് കൂടും. പക്ഷേ അവര് വെയിറ്റ് കുറഞ്ഞ വേറെ ആളെ നോക്കും. അല്ലെങ്കിൽ തന്നെ മാസം 4-5 കളിയേ ഉള്ളൂ. നീ വെയിറ്റ് കൂട്ടി കൂട്ടി അതും കൂടി ഇല്ലാണ്ടാക്കും. എന്റെ അമ്മേ, മലയാള നാടക ലോകത്ത് എനിക്ക് പകരക്കാരനായി ഒരൊറ്റ ആളേ ഉള്ളൂ. ആരാ? ഞാൻ തന്നെ. ഇത് എന്റെ അഭിപ്രായമല്ല, നാടകപ്രേമികൾക്ക് മൊത്തത്തിലുള്ള അഭിപ്രായമാണ്. ഓ എന്ത് കുന്തെങ്കിലും ആവട്ടെ, നീ അങ്ങോട്ട് ചെന്നേ. അവർക്ക് 4 മണിക്ക് കട്ടൻ കിട്ടാനുള്ള അത്രേ. അതെന്റെ ജോലിയല്ല. ഞാൻ നടനാണ്, നടൻ മാത്രമാണ്. 6 സിലിണ്ടർ അല്ലേ? അതെ. എഞ്ചിൻ എങ്ങനെ? എഞ്ചിന് കുഴപ്പമൊന്നുമില്ല. കയറ്റമൊക്കെ നല്ല വലുവായിരിക്കും. ആ നല്ല വലുവാ. അതാ ഇവന്റെ ഒരു കണ്ടീഷൻ. ആ പ്രേമ മടക്കമുറിയുടെ അച്ഛനല്ലേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? നല്ല ചായ. ആ പണ്ട് മുതലേ കലാകാരന്മാരുടെ കുടുംബമാണ് ഞങ്ങളുടെ. എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു, വടക്കേമുറി ഉണിക്കണ്ടൻ നായർ. രാവണവധത്തിൽ ഹനുമാന്റെ വേഷമാണ് കിട്ടുക. ഉടുത്ത് കെട്ടി വന്നാൽ അസൽ ഹനുമാൻ തന്നെ. ആ അമ്മാവന്റെ തനി സ്വരൂപമാ പ്രേമൻ. മതിയച്ച ആളുകളെ വധിച്ചത്. പോവാ. എടാ അമ്മാവന്റെ ഹനുമാൻ വേഷത്തിൽ പറഞ്ഞതാ. ആ ഒന്ന് അനക്കി വിട്ട ചേറ്. ആ ഒന്ന് തള്ളിക്കേ. ആ ആ പിടിച്ചേ. ആ കൊടുത്തോ. ഭയങ്കര വരട്ടെ. ആ ആ നേരം എത്രയായെന്നറിയോ? ഒരു 4-4:30 ആയി കാണും. അല്ല വാച്ചല്ലേ കയ്യെ കിടക്കുന്നേ? സമയം അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ഈ ഉളി തേക്കാൻ തുടങ്ങിയിട്ട് നേരം എത്രയായെന്നാ ഞാൻ ചോദിച്ചത്. തേച്ച് ഉളി തീരാറായി. മേസ്ത്രി ഇത്രയും പേര് പണിഞ്ഞിട്ട് പണിയൊന്നും ആയില്ലെന്ന് പറഞ്ഞാ? ഒന്ന് വേഗം നോക്കണോ? നോക്കുന്നുണ്ട്. പണിയൊന്നും നടക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്തായി പെരപണിയൊക്കെ? എന്താവാനാ ശങ്കരേട്ടാ, ഇതിപ്പോഴൊന്നും തീരുന്ന ലക്ഷണമില്ല. രാവിലെ മുതൽ നാട്ടുകാര്യങ്ങൾ രാഷ്ട്രീയം പറിച്ചില്ലോ ഇവർക്ക് പ്രധാനം. ഇവരൊക്കെ ഇവിടെ തർക്കിച്ച സോഷ്യലിസം വരുമോ നാട്ടിൽ? അതെ, പണിയെടുപ്പിക്കാൻ ഒരു വൈഭവം വേണം. പിടിച്ചേ. അപ്പോഴേ ഒന്ന് നിർത്തിക്കേ. പറയട്ടെ, അവനവൻ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത വേണ്ടേ? വേണം. ഇത് നമ്മുടെ ചോറ. പേർഷ്യയിൽ പോയെന്നേരിച്ച് അവിടുത്തെ ഷേഖുമാരുടെ പണപ്പെട്ടി ഒന്നും ഇവനെടുത്തോണ്ട് വന്നിട്ടില്ല. എന്റെ ഒപ്പം പണിയെടുത്തിരുന്ന ഒരു വെറും സാധാ സർക്കാർ ഡ്രൈവറുടെ മകനായവൻ. ശങ്കരേട്ടാ ഒന്ന് വന്നേ. ഒന്നിങ്ങി വന്നേ. പണി നടക്കട്ടെ. ഉള്ള സമയം ഉപദേശികളേണ്ട. അത്രയും നേരം പണിയെടുക്കട്ടെ. അല്ല, നമ്മളൊന്നും അറിയാമത്തെ കിഴങ്ങന്മാരാന്ന് വിചാരിക്കരുതല്ലോ. വാന്നേ വാ. മതിയല്ലേ? ഞാനിപ്പോ വരാം. ആഹാ ഇതാരാ? നിങ്ങൾ എന്ത് മനുഷ്യനാ? മുരളിയെ കൊണ്ട് ഇതൊക്കെ എടുപ്പിക്ക. അതിനെന്താ അമ്മനെടുത്തി? പാലക്കാട് കോട്ടയത്ത് താമസിക്കുമ്പോ സ്ഥിരം പീഡിയപ്പൊക്കെ ഞാനല്ലായിരുന്നു. അതന്ന്. ഇന്ന് അങ്ങനെയാ? ആ ഇന്നും അങ്ങനൊക്കെ തന്നെയാ. ഇവൻ അന്യനൊന്നും അല്ലല്ലോ, നമ്മുടെ കുട്ടിയല്ലേ. വാ മോനെ. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഗീതേ, മുരളി ഇരിക്കുക കേട്ടോ. ദേവുവിന് സുഖം തന്നെയല്ലേ? ആ അസുഖമൊന്നുമില്ല. അമ്പലത്തിലെ ഉത്സവത്തിന്റെ കണ്ടതാ ദേവുവിനെ. അമ്മ ഒരു ദിവസം ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിരിക്കുക. മുരളി കാപ്പി എടുക്കട്ടെ? വേണ്ട, ഞാൻ ഇപ്പൊ കുടിച്ചു. പിന്നെ ഉണ്ണിയേട്ടാ എന്ത് പറയുന്നു? ഇന്ന് ലീവാ. ബാങ്കിന്റെ ചെയർമാനെ കാണാൻ പോയിരിക്കുക. മുരളി എന്നാ തിരിച്ചു പോകുന്നത്? ഗൾഫിലേക്കോ? ചിലപ്പോ തിരിച്ചു പോക്കുണ്ടാവില്ല. ഇവിടെ എന്തെങ്കിലും ബിസിനസ് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. എത്ര കാലം അന്യനാട്ടിൽ കിടന്നിങ്ങനെ. വീട്ടിലാണെങ്കിൽ അമ്മ ഇന്ദു മാത്രമല്ലേ ഉള്ളൂ. ഇന്ദു ഇപ്പൊ പഠിക്കാൻ പോണില്ലേ? ആ പഠിപ്പൊക്കെ നിർത്തി. മണ്ടിയാണെന്നേ. ഇനി കെട്ടിച്ചു കൊടുക്കണം. ഓ ഇവറ്റകളെയൊക്കെ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ ഒരുത്തിയുണ്ട്, രമേ, പഠിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നല്ലേ. മോളത്തിന് എണ്ണ എടുത്ത്. ശരി. രമ വരാറായില്ലേ? പൂവ് കോളേജ് വിട്ടാ ചിലപ്പോ ഗോപുനെ കാത്തു നിൽക്കും. അവനും ട്യൂട്ടോറിയെന്ന് ഒരുമിച്ച് ആ ബസ്സിലാ വരിക. ഇറങ്ങും പക്ഷേ. നിന്റെ പുറകെ നിന്നോട് എന്താ പറഞ്ഞത്? എനിക്കെങ്ങനെ അറിയാം? പോയി ചോദിക്കും. വായി നോക്കികളെ കൊണ്ട് വഴി അടക്കാൻ വയ്യ. ആ രമ ഇന്ന് വൈകിയോ? ഇല്ലല്ലോ. ഗോപു പഠിത്തമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? ഇത്തവണെങ്കിലും 10ാം ക്ലാസ് കിടക്കോ? മുരളിയേട്ടന് വേറെ ഒന്നും ചോദിക്കാനില്ലേ? ആര് കണ്ടാലും പഠിപ്പ് പഠിപ്പ് പഠിപ്പ്. അയ്യോ, എന്തായാലും ഇവൻ മുരളിയേട്ടനെക്കാളും ഭേദമാ. അതെന്താ? 10ാം ക്ലാസ് 6 തവണ എഴുതിയ ആളല്ലേ. ഇവൻ 5 ആകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പഠിപ്പിലേക്ക് എന്തിരിക്കുന്നു? എങ്ങനെയെങ്കിലും ഒരു നല്ല നിലയിലായാൽ പോരെ?
രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാമ 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 പാഹി മാം. അമ്മേ, അടുപ്പത്ത് എന്താ വെച്ചിരിക്കുന്നേ? കരിയുന്ന മണം വരുന്നു. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാമ 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 പാഹി മതി, മാം. മോളകത്ത് പോയിരുന്ന പോലെ പഠിക്കും. പട്ടിയുണ്ടോ? ശങ്കരൻ നായരുണ്ടോ? ഇതിൽ ആരെയാ ഇപ്പൊ വേണ്ടത്? ആ ആ, കുഞ്ഞമ്മന്നാണോ? വാ, അതോട്ടിരിക്കാം. മൂന്തി നേരത്തെ അകത്തേക്ക് കയറുന്നില്ല. ആ, എന്നാ പിന്നെ അവിടെ ഇരി. ആ പിന്നെ അച്ഛാ, ആ, മോളാ അല്ലേ? ആ, ബോള് തന്നെ, വരുബോള്. ബാങ്കിൽ ജോലിയുള്ള കൃഷ്ണനുണ്ണിയുടെ. ആ കുടിക്കാൻ എന്താ? ഒന്നും വേണ്ട, ഇപ്പൊ ചായ കുടിച്ചേ ഉള്ളൂ. പുറത്ത് മഞ്ഞ് വീണ അപ്പ തുടങ്ങും മൂക്കടപ്പും തുമ്മലും. ആ ഞാനൊരു കോളും കൊണ്ടാ വന്നിരിക്കുന്നത്. ആ, ഹാജിയാരുടെ തടിക്കമ്പനിയില്ല ഞാനിപ്പോ ഒന്ന് അറിയാവല്ലോ. ആ. മുതലാളി ഒരു പുത്തൻ കാറ് മേടിച്ചിരിക്കുന്നു. ഫോറിനാ. നമ്മുടെ നിരത്തിലൊന്നും ഇറങ്ങാത്ത സാധനം. അവനെ അതിന്റെ തത്വത്തിലൊന്ന് കൊണ്ടു നടക്കാൻ ആരുണ്ടോന്ന് ചോദിച്ചപ്പോ ഞാൻ നിങ്ങളുടെ പേരാ പറഞ്ഞത്. അറിവും വിവരവും ഉള്ള ഒരു ഡ്രൈവർ നമ്മുടെ നാട്ടിൽ നിങ്ങളെ ഉള്ളൂ. അതുകൊണ്ട് മുതലാളി പറഞ്ഞത് നാളെ നിങ്ങളെയും കൂട്ടി അങ്ങോട്ട് ചെല്ലണമെന്നാ. ഓട്ടോ അധികം വരില്ല, തരക്കേടില്ലാത്ത കാശും കിട്ടും. കാര്യം എനിക്കിഷ്ടമുള്ള ഏർപ്പാടാ. പക്ഷെ മോൻ സമ്മതിക്കില്ല. അതെന്താ? നമ്മൾ മോട്ടോർ വാഹനം ഓടിച്ചാ ജീവിച്ചതെങ്കിലും പിള്ളേരൊക്കെ വലിയ വലിയ നിലയിരിക്കുമ്പോൾ അവൻ സമ്മതിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവൻ ബാങ്ക് മാനേജരാ. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ആലോചിക്കാനൊന്നുമില്ല, പിള്ളേർ സമ്മതിക്കില്ല.